കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ മൂവാറ്റുപുഴയ്ക്ക് ജനോപകാരപ്രദമായ യാതൊരു പദ്ധതികളും ലഭിച്ചില്ലെന്നും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ബജറ്റെന്നും ബി.ജെ.പി. എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി. മോഹനൻ. സമീപത്തെ നിയോജക മണ്ഡലങ്ങളിലെല്ലാം കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചപ്പോൾ മൂവാറ്റുപുഴയിൽ നാമമാത്രമായ പദ്ധതികൾക്ക് മാത്രമാണ് തുക അനുവദിച്ച് ബജറ്റിൽ ഇടം പിടിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ മൂവാറ്റുപുഴയ്ക്ക് യാതൊരുവിധ ഗുണവുമില്ലാത്ത ബജറ്റാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ബി.ജെ.പി. എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി. മോഹൻ പറഞ്ഞു. UDF സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് മൂവാറ്റുപുഴ സംബന്ധിച്ച് വളരെ നിരാശാജനകമാണ്. തൊട്ടടുത്തുള്ള നിയോജക മണ്ഡലങ്ങളായിട്ടുള്ള കോതമംഗലം ഏകദേശം 572 കോടി രൂപ പ്രഖ്യാപിച്ചപ്പോൾ, അതുപോലെ തന്നെ മറ്റൊരു മണ്ഡലമായിട്ടുള്ള പെരുമ്പാവൂര് ഏകദേശം 427 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ മൂവാറ്റുപുഴയെ സംബന്ധിച്ച് വെറും 14.7 കോടി രൂപയുടെ പദ്ധതികൾ മാത്രമാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഏറ്റവും സാധാരണമായിട്ട് ഏതൊരു സർക്കാരും പ്രഖ്യാപിക്കുന്ന ഒരു MLAക്ക് നൽകുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങൾ മാത്രം, കുറച്ച് വഴികൾ, അതുപോലെ തന്നെ കുറച്ച് കനാലുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ അല്ലാതെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി പോലും ഈ മൂവാറ്റുപുഴയ്ക്കായിട്ട് നീക്കിവെച്ചിട്ടില്ല എന്നുള്ളത് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. മൂവാറ്റുപുഴയ്ക്ക് സമീപമുള്ള മറ്റ് നിയോജക മണ്ഡലങ്ങളിലെല്ലാം കോടിക്കണക്കിന് രൂപയുടെ ബജറ്റ് തുക വകയിരുത്തിയപ്പോൾ മൂവാറ്റുപുഴയ്ക്ക് മാത്രം നാമമാത്രമായ തുകയാണ് ബജറ്റിൽ ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ ഇലക്ഷൻ്റെ സമയത്ത് UDFൻ്റെ പ്രതിനിധികൾ നമുക്ക് തന്നിട്ടുള്ള വലിയ വാഗ്ദാനങ്ങളായിരുന്നു. മുറിക്കൽ പാലം, അതുപോലെ തന്നെ മൂവാറ്റുപുഴയിൽ നമ്മുടെ MC റോഡിൽ പുതിയൊരു പാലം നിർമ്മാണം, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ള MLA അന്ന് ഇലക്ഷന് നേരിട്ടിട്ടുള്ളതെങ്കിൽ അതിലുള്ള ഒരു പദ്ധതിക്ക് പോലും ഒരു രൂപ പോലും മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളത് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതുകൂടാതെ മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇടപെടലുകളും ഇവിടെ നിന്ന് MLAയോ അല്ലെങ്കിൽ കോൺഗ്രസോ ഈ UDF ഭരണത്തിൽ വന്നതിന് ശേഷം നടത്തിയിട്ടില്ല എന്നുള്ളതും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രധാന പദ്ധതികളൊന്നും മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിന് ലഭിച്ചിട്ടില്ല. UDF പ്രതിനിധികളോ MLAയോ മൂവാറ്റുപുഴയ്ക്കായി ബജറ്റിൽ കൂടുതൽ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നതിന് തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇലക്ഷൻ സമയത്ത് UDF നേതാക്കന്മാർ പറഞ്ഞ വികസന പദ്ധതികൾക്കൊന്നും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. LDF സർക്കാരിന്റെ കാലത്ത് മൂവാറ്റുപുഴ MLA ആയിരുന്ന മാത്യു കുഴൽനാടനെ സർക്കാർ അവഗണിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ UDF സർക്കാർ വന്നിട്ടും മാത്യു കുഴൽനാടനെ അവഗണിക്കുന്ന സ്ഥിതി തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും അരുൺ പി. മോഹൻ പറഞ്ഞു. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.